Hello dear friends, welcome back to our science classroom. We will discuss So we were discussing the chapter body movements. Body movements are we start almost we video cover and mukkal portions we cover and the skeleton system, the human body system. Last class, last videos will discuss. Today we are going to discuss about animals. How does animals move? This movement animals different animals in difference undo. This കാര്യങ്ങളൊക്കെയാണ് we ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Let's go. Okay. So next topic is diet of animals. Animals in the movements എങ്ങനെയാണ്? So some animals do not have bones. We know that. Earthworms do not have bones. Bones illata, there are different animals are there. Nammada worms, cheriya puzhukkal, idinonnum bones illa. Then how would they move? ഒരു പ്ലേസിൽ നിന്ന് ഒരു പ്ലേസിലോട്ട് മൂവ് ചെയ്യണം നമ്മൾ കണ്ടിട്ടില്ലേ അവരിങ്ങനെ ക്രോൾ ചെയ്ത് പോകും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പോർഷൻ ഫ്രണ്ട് പോർഷൻ എടുത്ത് മുമ്പിലോട്ട് വെക്കും ദെൻ ബാക്കിലത്തെ പോർഷൻ വലിച്ചു കൊണ്ടുവരും ദെൻ അങ്ങനെ മൂവ് ചെയ്തു പോകും സോ സർട്ടൻ different animals have different types of movements. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ആനിമൽസിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. സോ സം ആനിമൽസ് ഡു നോട്ട് ഹാവ് ബോൺസ് ദേ ഹാവ് മസിൽസ് വിച്ച് ഹെൽപ്പ് ടു എക്സ്റ്റെൻഡ് and shorten the body. They have muscles to extend and shorten their body. കണ്ടിട്ടില്ലേ പുഴുവൊക്കെ പോകുന്നത് ചെറിയ worms ഒക്കെ പോകുന്നത് they will extend their body and shorten their body and back side എടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കും then again they extend their front portion then the back portion front portion back portion they move like that or they move curvy portion zigzag ആയിട്ട് മൂവ് ചെയ്യും. ഡിഫറെൻറ്റ് ആനിമൽസ് അതിൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ വെച്ചിട്ട് അത് ഡിഫറെൻറ്റ് മൂവ്മെൻ്റ് ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കിപ്പം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് earthworm. സോ ഹിയർ ദിസ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് earthworm. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാമല്ലോ. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ. സോ ദ മൂവ്മെൻറ്റ് ഫസ്റ്റ് എന്ത് ചെയ്യും, നേരെ നിൽക്കും, കൺട്രാക്ഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിനെ ഒന്ന് റിലാക്സ് ചെയ്യും. ഈ ഒരു ബോഡി പോർഷൻ റിലാക്സ് ചെയ്യും, അടുത്ത പോർഷൻ കൺട്രാക്ട് ചെയ്യും, പിന്നെ റിലാക്സ് ചെയ്യും, കൺട്രാക്ഷൻ റിലാക്ഷൻ. മസിൽസ് ആണ് ഇവിടെ നടക്കുന്നത്. സോ earthworms do not have bones. They does not have any bones. Bones ഒന്നും തന്നെ ഇല്ല. Earthworm's body is made up of rings. Closely observe ചെയ്താൽ you can see there it is made up of rings. ഇതുപോലുള്ള ring structure അല്ലേ, നമ്മുടെ അട്ട earthworm ഇതൊക്കെ ring like structure ആണ് കൊടുത്തേക്കുന്നത്. A slimy substance secreted by its body aids movement. അല്ലെ, കൈയുടെ വഴുതി പോകും. സ്ലൈമി സ്ട്രക്ചർ, സ്ലൈമി ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനാ, എയ്ഡ് മൂവ്, ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി. ഹാർഡായിട്ട് അവിടെ നിന്ന് നിൽക്കാതെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ദർ ഇസ് എ സ്ലൈമി സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ്. സോ ദിസ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് earthworm. They do not have any bones. Circles ഉണ്ട്, loops ഉണ്ട്, made up of rings ഉണ്ട്. Our body, their body is made up of rings. അത് യൂസ് ചെയ്തിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ഈസ് സ്നെയിൽ. നമ്മുടെ ഒച്ച സ്നെയിൽ അതെങ്ങനെ മൂവ് ചെയ്യുന്നത്? ഇറ്റ് ഹാസ് എ സ്ലൈമി ബോഡി. വി ആർ ഓൾ ഫെമിലിയർ വിത്ത് സ്നെയിൽ അല്ലേ? ഇറ്റ് ഹാസ് എ സ്ലൈമി ബോഡി, വെരി സ്ലൈമി ബോഡി വിച്ച് ഡസ് നോട്ട് ഹാവ് ബോൺസ്. Snails also do not have any bones. അവർക്ക് ബോൺസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ എങ്ങനെ മൂവ് ചെയ്യുന്നത് നോക്കിയേ. The shell of the snail does not help in movement. It has to be carried along. The shell അല്ലേ, ഇതിനകത്ത് അത് ചുരുണ്ടിരിക്കുന്നത്. എന്തെങ്കിലും എനിമീസൊക്കെ വന്നാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് കയറി ചുരുണ്ടിരിക്കും. സോ ഇത് ബോണൊന്നുമല്ല, ഈ ഷെല്ല് ഒരു ഹാർഡ് സബ്സ്റ്റൻസ് ആണ്. അത് ബോണൊന്നുമല്ല, അത് മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുമല്ല. ദേ ഹാവ് ടു ക്യാരി. നമ്മൾ സ്കൂളിലോട്ട് ബാഗൊക്കെ കൊണ്ടുപോകുന്ന പോലെ ഈ സ്നെയിൽ എന്ത് ചെയ്യും, ഈ ഷെല്ലും കൊണ്ടായിരിക്കും അത് ട്രാവൽ ചെയ്യുന്നത്. So the foot of the snail is a thick structure and is made up of strong muscles. The foot, ഈ താഴത്തെ ഈ ഫൂട്ട് the thick structure, ഒരു thick structure ആണ്, strong muscles വെച്ചിട്ടാണ് their foot is made. അവരുടെ ഫൂട്ട് നല്ല strong muscles ആയിരിക്കും. A muscular organ called foot helps in the locomotion. Locomotion means transfer from one place to another. So ആരെ ഹെൽപ്പ് ചെയ്യുന്ന ഇവിടെ, foot. The strong muscles, the foot of the snails helps to move from one place to another. Okay,
So look at the close picture of a snail. ഇവിടെ കാണാമല്ലോ, ഇവിടെ കാണാൻ രണ്ട് സ്ട്രിങ് പോലെ. ഇവിടെ എന്തുണ്ട്? They have eyes on here. They have eyes on their tips. ഈ ടിപ്സിൽ എന്തുണ്ട്? They have eyes. Shells protected the snail from heat and enemies. This is the shell which protects the snail from heat and enemies. ഒത്തിരി ചൂടൊന്നും അതിന് പറ്റത്തില്ല. അപ്പോൾ അതിനെ ഷെല്ലിനകത്തോട്ട് കയറും. എനിമീസ് വന്നാലും ഷെല്ലിനകത്ത് കയറിയത് സേഫ് ആവും. Then foot is a muscular organ coated with layers of mucus. So here this is the foot. This is covered with layers of mucus. അല്ലേ, അതിനകത്ത് നടന്നു പോകുമ്പോൾ ഒരു സ്ലൈമി അത് നടന്നു പോകുന്ന വഴിയിലെല്ലാം കാണാം. സോ അതിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അത് മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഈസ് കോക്രോച്ച്, ദ ലോക്കോമോഷൻ ഓർ മൂവ്മെൻറ്റ് ഓഫ് കോക്രോച്ച്. കോക്രോച്ച് വെരി ഫെമിലിയർ ആണ്, നമ്മളെല്ലാം എപ്പോഴും കാണുന്നൊരു സാധനമാണ് കോക്രോച്ച്. അതിന് എന്തൊക്കെയുണ്ട്? ഇറ്റ് ഹാവ് വിങ്സ്, അല്ലേ, വിങ്സ് ഉണ്ട്, പറക്കാൻ പറ്റും ചില സമയത്ത്. ദേ ക്യാൻ വാക്ക്. നോക്കാം. They undergo two types of locomotion, walking and flying. As I told you, cockroach have wings and legs. So they can fly as well as walk. നടന്നും പോകാം, പറന്നും പോകാം, അല്ലേ? So cockroach have 3 pairs of legs which helps to walk in the ground. 3 pairs. That means total 6. 1, 2, 3. 1, 2, 3. Total 6 legs are there for cockroach. They helps to walk. Then the 2 pairs of wings attached to the breast muscles help cockroach to fly. They have two wings. അവർക്ക് 2 wings ഉണ്ട്. So they can fly. Clear അല്ലേ? അവർക്ക് കാലുണ്ട്. They can walk. They have wings. So they can fly. Okay. So next is the movement of fish. ഫിഷ് എങ്ങനെ മൂവ് ചെയ്യുന്നത്? സോ വിനോദം ഇങ്ങനെ മൂവ് ചെയ്യും. കേവ് ആയിട്ട് മൂവ് ചെയ്യും. എങ്ങനെ അവരുടെ മൂവ്മെൻ്റ് ഒന്നും നോക്കിയാലോ? ഫിഷ് പോസസ് എ സ്ട്രീം ലൈൻഡ് ബോഡി. സ്ട്രീം ലൈൻഡ് ബോഡി മീൻസ് ഫ്രണ്ട് പോർഷൻ, നമ്മുടെ എയറോപ്ലെയിൻ്റെ ഒക്കെ ബോഡി കണ്ടിട്ടില്ലേ? സ്ട്രീം ലൈൻഡ്. ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേന് അതിൻ്റെ തിക്നെസ് കുറഞ്ഞു വരും. സ്ട്രീം ലൈൻഡ്, അത് ബോട്ട്, എയറോപ്ലെയിൻ, ഓൾ ദീസ് ഹാവ് സ്ട്രീം ലൈൻഡ് ബോഡി. Okay, so which helps them to swim in water. This streamlined body helps the fish to swim in water. So they swim with the help of their fins. They have fins. ഫിഷിനെയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ മേടിക്കുമ്പോൾ നമ്മൾ ഫിഷിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. They have fins and tails. With the help of fins and tails they can swim. എന്താ ഫിഷിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരൊക്കെയാ? ഫിൻസ് ആൻഡ് tails. With the help of fins and with the help of tails, the fish can swim through water. So the tail function is the tail flaps from side to side to propel in the right direction. Flap to side to എങ്ങനെ propel in the right direction. Flap side to side കൊടുത്ത് അത് ഇങ്ങനെ മൂവ് ചെയ്തു പോകും. Then the skeleton of the fish is covered with strong muscles. Skeleton, ചെറിയ ബോൺസ് ഉണ്ട്. ആ സ്കെലിറ്റൺ ഒക്കെ ഇസ് കവേർഡ് വിത്ത് സ്ട്രോങ് മസിൽസ്. സോ ഡ്യൂറിങ് സ്വിമ്മിങ് വാട്ട് ഹാപ്പൻസ്? ഡ്യൂറിങ് സ്വിമ്മിങ് muscles make the front part of the body curve into one side and the tail part swings towards the opposite side. The fish forms a curve. ഇത് ക്ലിയർ ആകാൻ നമുക്ക് പിക്ചർ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞത് ക്ലിയർ ആവും. എങ്ങനെ? സോ ഇവിടെ എന്താ, ബോഡി എന്ത് ചെയ്യും? ഒരു സൈഡിലോട്ട് കേർവ് ചെയ്തു. ആ ടൈമിൽ വാട്ട് ഹാപ്പൻസ്? ദ ടെയിൽ കർവ് ടു ദി other side. So it forms a curve. So here to here it forms a curve. ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആര് മൂവ് ചെയ്യും? ടെയിൽ മൂവ് ചെയ്യും. വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ മൂവ് ചെയ്യും. സോ ദേ ക്യാൻ മൂവ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷനിൽ. ദേ ക്യാൻ മൂവ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷനിൽ. സോ ബോഡി മൂവ്സ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ, ടെയിൽ മൂവ്സ് ഇൻ ദി ലെഫ്റ്റ് ഡയറക്ഷൻ. ക്ലിയർ ആയോ? അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. സോ ഹിയർ അഗെയിൻ വൺ മോർ പിക്ചർ. സോ ദ ബോഡി, okay, head portion moves in this direction. These are the fins. Kando, fins under. Head portion moves in this direction and the tail moves in the opposite, just opposite direction. That means it forms a curve. Clear? It forms a curve. Kando, it forms a curve. Clear ayallo? What are the main organs which helps the fish to move? The tail and the fins. The tail moves in the right direction and the body moves in the left direction. That is, they moves in the opposite direction. Then, engane move cheyum? In the forward direction or in the right direction. Clear? Next is about bird. Bird can also fly. Birds can also
walk. അവർക്ക് നടക്കാനും പറ്റും, നിൽക്കാൻ പറ്റും, പറക്കാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിരിക്കണം, നല്ല സ്ട്രോങ് വിങ്സ് വേണം ആർക്ക്? ബേർഡ്സിന്. നോക്കാം. The birds can fly because their bones are well suited for flying. Their bones are hollow and light. Very important. The bones of birds are hollow and light. അകം പൊള്ളയാ, വലിയ വെയിറ്റ് ഒന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ നമ്മളോട് പറക്കാൻ പറഞ്ഞാലോ, നമ്മുടെ വെയിറ്റ് കൊണ്ട് നമുക്ക് പറക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് കുറേ വെയിറ്റ്, നമ്മുടെ സ്കൂൾ ബാഗൊക്കെ ഇട്ടിട്ട് നമ്മളോട് പറക്കാൻ പറഞ്ഞാലോ, അല്ല ചാടാൻ പറഞ്ഞാലോ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഡ്യൂ ടു ദി വെയിറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ബാഗ്. സോ ആ വെയിറ്റ് ഒഴിവാക്കാൻ വേണ്ടി ദ ബോൺസ് ഓഫ് ദി ബേർഡ്സ് ആർ ഹോളോ ആൻഡ് ലൈറ്റ്. ദേ ക്യാൻ ഈസിലി ഫ്ലൈ. അല്ലേ, നല്ല ഈസി ആയിട്ട് വെയിറ്റ് ഒന്നും ഇല്ലാതെ സുഖമായിട്ട് സ്മൂത്തായിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും. The bones of the hind limbs are typical for walking. Hind limbs, നമ്മുടെ കാലിലെയൊക്കെ ഹിൻഡ് ലിംസ്, കാലയിലെ ബോൺസ് എന്തിനാ? ടിപ്പിക്കൽ ഫോർ എന്തിനാ? വാക്കിംഗ് ആൻഡ് പെർച്ചിങ്. നമ്മുടെ ഇരയൊക്കെ പിടിക്കാൻ വേണ്ടി വാക്കിങ്ങിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബോണി പാർട്സ് ഓഫ് ദി ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ആസ് വിങ്സ്. ഫോർ ലിംസ് ആൻഡ് ഹിൻഡ് ലിംസ്. കൈ എന്താ? ഫോർ ലിം, കാല് ഹിൻഡ് ലിം. സോ ദ ഫോർ ലിം ഈസ് മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. ഫോർ ലിംസ് എങ്ങനെ മോഡിഫൈ ചെയ്തേക്കുന്നു? വിങ്സ് ആയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്നു. ഹിൻഡ് ലിംസ് എന്തിനു ഹെൽപ്പ് ചെയ്യും? ഹെൽപ്പ് ദം ടു വാക്ക്. നടക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ദ ഷോൾഡർ ബോൺസ് ആർ സ്ട്രോങ്. അല്ലേ, ഷോൾഡർ ബോൺസ് നല്ല സ്ട്രോങ് ആണ്. അവർക്ക് ഒത്തിരി ദൂരം പറക്കണം. അല്ലേ, അവരുടെ മെയിൻ എന്താ? അവരെങ്ങനെ മെയിനായിട്ട് മൂവ് ചെയ്യുന്നത്? ബൈ ഫ്ലൈയിങ്. സോ ദേ ഹാവ് ടു യൂസ് ദെയർ ഷോൾഡർ ബോൺസ്. സോ ബിക്കോസ് that's why their shoulder bones are so strong. The breast bones are modified to hold the muscles of flight which are used to move the wings up and down. The breast bones, ഇവിടെ ഉള്ള ബോൺസ്, അവരുടെ നെഞ്ചിലെ ബോൺസ് നല്ല തിക്കായിരിക്കും. ഈ ഫ്ലൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബോൺസ് ആയിരിക്കും ബ്രസ്റ്റ് ബോൺസ്, അവരുടെ നെഞ്ചിലെ ബോൺസ്. ക്ലിയർ? സോ നെക്സ്റ്റ് ഈസ് സ്നേക്സ്. സ്നേക്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? When it comes to snakes, they also crawl. എഴഞ്ഞു പോവാ, കാലൊന്നും ഇല്ല സ്നേക്സിന്. So let's see, snakes have long backbone. They have a long backbone. They have many thin muscles. Snakes have a long backbone and very thin, different types of thin muscles are there. So they are connected to each other even though they are far from one another. These muscles are connected to each another. The entire muscles are connected to each other. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്റ്റഡ് ആണ്. So muscles also interconnected the backbone, ribs and skin. These muscles also connected to the backbone and skin. ഈ മസിൽസ് എല്ലായിടത്തോട്ടും കണക്ഷൻ ഉണ്ട്. So due to, അല്ലെങ്കിൽ with the help of these muscles, the snakes can crawl, മൂവ് ചെയ്യാനായിട്ട് പറ്റും. Okay. The snake's body curves into many loops. The snake's body എങ്ങനെ? മെനി ലൂപ്സ് ഉണ്ട്. ദർ ആർ മെനി ലൂപ്സ്. കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പിക്ചേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ യു ക്യാൻ സീ there are many loops. So there are many loops in the snake's body. Each loop of the snake gives a forward push by pressing against the ground. Each loop, ഓരോ ലൂപ്പും നമ്മുടെ ഗ്രൗണ്ടിലോട്ട് പ്രസ് ചെയ്യും. എങ്ങോട്ട് മൂവ് ചെയ്യും? ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. പ്രസ്സിങ് ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് മൂവിങ് ഇൻ ദ forward direction. Since its long body makes many loops and each loop gives it this push, the snakes move forward very fast, not in a straight line. ഓരോ ലൂപ്പും ഭയങ്കര ഫാസ്റ്റായിട്ട് അതിനെ പുഷ് ചെയ്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ്. ഇപ്പോൾ നല്ല സ്പീഡിലാണ് ഈ സ്നേക്ക് മൂവ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈനായിട്ട് നേരെ പോകത്തില്ല. എർത്തുവാമൊക്കെ പോകുന്നാലും നേരെ ഇങ്ങനെ കേർവ് ചെയ്ത് വളഞ്ഞ് പൊളഞ്ഞായിരിക്കും പാമ്പുകൾ, നമ്മുടെ സ്നേക്സ് മൂവ് ചെയ്യുന്നത്. കേർവായിട്ട് മൂവ് ചെയ്യും. ക്ലിയർ അല്ലേ? സ്നേക്സിൻ്റെ കാര്യം ക്ലിയർ ആയില്ലേ? സോ ദിസ് ഈസ് എ സ്നേക്ക്. നമുക്കറിയാം ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും സ്നേക്ക് മൂവ് ചെയ്യുന്നത്. Okay, so in this class we discussed about the movement gait of different animals. So first we discussed about the earthworm. So how does earthworm moves? First they contract, പിന്നെ എന്ത് ചെയ്യും? പുറകിലത്തെ ഭാഗം കൺട്രാക്ട് ചെയ്യും, റിലീസ് ചെയ്യും, കൺട്രാക്ട് ചെയ്യും, റിലീസ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ ആയിരിക്കും അവർ മൂവ് ചെയ്യുന്നത്. അല്ലേ, കേർവ് ഒന്നുമില്ല അവിടെ, നേരെ മൂവ് ചെയ്തു. Then we discussed about snail. Snail have a strong foot and mucus. Mucus produce ചെയ്യും. With the help of this strong foot and mucus, the snail can walk. അവർക്ക് അത് ക്രോൾ ചെയ്തായിട്ട് പോകാം. Then birds. When it comes to birds, they have strong
bones അല്ലേ bones ഉണ്ട് but the bones are light and hollow അകത്തൊന്നും ഇല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള bones ആണ് so that they can fly, they can also walk. They have hind limbs എന്തിനാ for walking. Forelimbs എന്താ forelimbs are modified as wings so that they can fly. Then next എന്താ പഠിച്ചേ നമ്മൾ വേറെ എന്താ നമ്മൾ പഠിച്ചേ അടുത്ത ഏത് ആനിമൽ ആയിരുന്നു fish. Yes, correct. Fish in the tail will move in one direction and the body will move in the other direction. So both moves in the opposite direction. So it forms a curve and move in the forward direction. Then snake also forms a curve ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ വേഗം ഡിസ്കസ് ചെയ്താലോ? വേഗം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 2 animals which move without bonds. One is earthworm and the second one is snail. Earthworm and snail do not have any bonds. So these are the 2 animals which move without any bonds. Give an example of animals which can walk, climb and fly in the air. Okay, so an animal which can walk, climb and fly. Which one is that? Cockroach. Cockroach can fly, walk and climb. അല്ലേ മണ്ടയിലോട്ടൊക്കെ കയറിപ്പാനായിട്ട് പറ്റും. So next is, many people suffer from a problem called arthritis. Explain its connection with movements. Arthritis. Have you general ആയിട്ട് questions include ചെയ്തിട്ടുണ്ട്. So have you heard about arthritis? Old people അല്ലെ കുറച്ച് ചില ആൾക്കാർക്ക് arthritis ഉണ്ട്. Is there any connection with movements? Arthritis is the pain in joints. Jointsൽ ഉണ്ടാകുന്ന പെയിൻ ആണ് ഏത് arthritis. Okay, with this problem people find difficulty in moving from one place to another. നടക്കാനുള്ള ഡിഫിക്കൽട്ടീസ് വരും from one place to another. ജോയിൻസിലൊക്കെ പെയിൻ വന്നാൽ, മുട്ടിനൊക്കെ പെയിൻ വന്നാൽ it is very difficult to walk. Okay, how is earthworm useful for plants? How is earthworm useful for plants? Let's see the answer. The earthworm eats its way through the soil. Earthworm എങ്ങനെ മൂവ് ചെയ്യുന്നത്? ഇതൊരു എക്സ്ട്രാ വെളിയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡയറക്റ്റ് ഒന്നും പഠിച്ചില്ല, എന്നാലും നോക്കാം. സോ earthworm എങ്ങനെ മൂവ് ചെയ്യുന്നത്? ത്രൂ ദ സോയിൽ. സോ ഈ സോയിലിലൂടെ പോകുമ്പോഴത്തേന് അത് എന്ത് ചെയ്യും? കുറേ സോയിൽ ഈറ്റ് ചെയ്യും. Its body then throw away the undigested part of the material, that is eat. This activity of earthworm makes soil more useful for plants. അതിന് കുറേ ഫെർട്ടിലൈസ് ആക്കും. അതിനകത്തോടെ കയറി ഇറങ്ങുമ്പോഴത്തേന് എയർ കയറി അതിനകത്തോടെ കുറേ എയർ കണ്ടൻസ് ഇൻക്രീസ് ചെയ്യും. സോ ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ പ്ലാന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ സ്നേക്ക് മൂവ്? സ്നേക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നേ? ലെറ്റ്സ് സീ ദ ആൻസർ. Snakes have a long backbone and many thin muscles which help in the movement. ഇത് ഓർത്തിരിക്കുക. It have a long backbone and പിന്നെന്താ? Thin muscles. The snake's body curves into many loops. Each loop of the snake gives it a forward push. Each loop gives it a forward push by pressing against the ground. This is how snakes are moved. Clear അല്ലേ? Next question, how do the muscles work? How do the muscles work? I used 2 terms, contraction and relaxation. Let's see the answer. The muscles work in pairs. When one of them contracts, the other bone is pulled in the direction, the other muscle of the pair relax. Contract means അടുപ്പിച്ച് വരും, relaxed means അകലും. ഒരെണ്ണം കൺട്രാക്ട് ചെയ്യുമ്പം മറ്റേ മസിൽ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും. ഒരെണ്ണം റിലാക്സ് ചെയ്യുമ്പം നെക്സ്റ്റ് മസിൽ കൺട്രാക്ട് ചെയ്യും. സോ ബോൺസ് എന്ത് ചെയ്യും? അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. So move the bone in the opposite direction. The relaxed muscles contracts to pull the bones towards its original position while the first one relaxes. A muscle can only pull, it cannot push. മസിൽസിന് പുള്ള് ചെയ്യാനേ പറ്റത്തുള്ളൂ. സോ എനിക്ക് ഇത് വിരൽ മടക്കണമെങ്കിൽ ഐ ഹാവ് മസിൽസ്. സോ വാട്ട് ഹാപ്പൻസ്? മസിൽസ് എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. സോ അങ്ങോട്ട് എന്ത് ചെയ്യും? പുള്ള് ചെയ്യും. അകത്തോട്ട് ആരെ പുള്ള് ചെയ്യും? ബോൺസിനെ പുള്ള് ചെയ്യും, മൂവ് ചെയ്യും. ദെൻ അത് റിലാക്സ് ചെയ്യുമ്പോൾ ഈ മസിൽസ് ഇപ്പുറത്തേത് കൺട്രാക്ട് ചെയ്യും, ഇവിടെ റിലാക്സ് ചെയ്യും, കൺട്രാക്ട് ചെയ്യും. സോ ഇറ്റ് മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ദാറ്റ് ഈസ് ഹൗ മസിൽസ് വർക്ക്. സോ ഓൾ ദ മസിൽസ് വർക്ക്സ് ഇൻ പെയർസ്. 2 പേര് ഒരുമിച്ചേ വർക്ക് ചെയ്യത്തുള്ളൂ. വൺ മസിൽ കൺട്രാക്ട് ചെയ്യും, ഓൺ ദ സെയിം ടൈം അതർ മസിൽ റിലാക്സസ്. ക്ലിയർ?
Okay, so these are the different types of questions from this particular chapter or this particular topic. എല്ലാം ഒന്നും ആയിട്ടില്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഷീറ്റ് ആയിട്ടൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വേഗം ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? Body movements. So we discussed about body movements and different types of joints in our body. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് വേഗം എഴുതി വെച്ച് ഏതൊക്കെയാണെന്ന് ഓർക്കുന്നത്? എന്നിട്ട് ലൈവിന് വരുമ്പോൾ ടീച്ചറിനെ നിങ്ങൾ കാണിക്കണം ഏതൊക്കെയായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ഓർത്തിരുന്ന് എഴുതുക. ഹിഞ്ച് ക്ലൂ തരാം, ഹിഞ്ച് ജോയിൻ, പിവോട്ട് ജോയിൻ, അല്ലേ? അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് അതെ. അതിനെ പറ്റിയൊക്കെ പഠിച്ചു, അതെങ്ങനെ മൂവ് ചെയ്യുന്നത്, ഏതൊക്കെ പാർട്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് അവർ സ്കെലിറ്റൻ സിസ്റ്റം, സ്കള്ള്, അല്ലേ, പെൽവിക് ബോൺ, അങ്ങനെ ഡിഫറെൻറ്റ്, അല്ലേ, നമ്മുടെ റിബ് കേജ്, വി കവേർഡ് ഓൾ ദീസ് പോർഷൻസ്. ഏതാ നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട് അവർ സ്കെലിറ്റൻ സിസ്റ്റം, അല്ലേ? ഒന്നുകൂടെ നോക്കുക, അതിനകത്തെ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ലാസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഗാറ്റ് ഓഫ് ആനിമൽസ്, different animals like earthworm, snail, snake, fish, ഇതൊക്കെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ആൻഡ് ദ ക്വസ്റ്റ്യൻ ആൻസർ ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക് ഓൾസോ വി ഡിസ്കസ്ഡ്. ഐ ഹോപ്പ് ദ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു ആസ്ക്, അല്ലെ ഡൗട്ട് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുക, നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് വി വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് എ ന്യൂ ചാപ്റ്റർ. ടിൽ ദെൻ, ബൈ.